ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു മന്തി റെസിപ്പിയാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. 1 കിലോ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കിലോ സെല്ല ബസുമതി റൈസ് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു സവാള, ഒരു തക്കാളി, ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് ചതച്ചത്, ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 മാഗി ക്യൂബ്, പട്ട, ഗ്രാമ്പു, അതുപോലെ തന്നെ നാരങ്ങാനീര്, ഓയിൽ, ചിക്കൻ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ അരി വേവാനായിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു ബൗളെടുത്ത് അതിലേക്ക് ചിക്കൻ മസാലപ്പൊടി, കുരുമുളക് ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യത്തിന് കുറച്ചിട്ടാൽ മതി, കാരണം നമ്മുടെ മാഗി ക്യൂബിന് ഉപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. ഇതിലേക്ക് പൊടിയായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയാണ് ചേർക്കുന്നത്. ഇനി 2 മാഗി ക്യൂബ് പൊടിച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മാഗി ക്യൂബ് മന്തിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും നല്ല ഒരു ഫ്ലേവർ നൽകും. അതിനാണ് നമ്മൾ മാഗി ക്യൂബ് ചേർക്കുന്നത്. അപ്പം ഇത് നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ ലഞ്ചിനൊക്കെ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഏകദേശം എല്ലാം തന്നെ. അപ്പം നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് കൊടുത്ത് നന്നായിട്ട് പുരട്ടിയെടുക്കാം. തലേന്ന് ചിക്കൻ പുരട്ടി വെച്ചാൽ നല്ല സോഫ്റ്റ്നെസ്സും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവും. അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെയാണ് ഇത് പുരട്ടി വെച്ചിരിക്കുന്നത്. എത്ര നേരം പുരട്ടി വെക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും ചിക്കന്. അതുപോലെ തന്നെ വെള്ളം ചൂടാക്കാൻ വെച്ച വെള്ളത്തിലേക്ക് ഞാൻ പട്ടയും ഗ്രാമ്പുവും 2 മാഗി ക്യൂബും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെള്ളം തിളയ്ക്കാൻ വെക്കുന്നത് വരെ വെക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ കുക്കറിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് അടുക്കി കൊടുക്കാം. ഒന്നിന് മേളിൽ ഒന്നായിട്ട് എടുക്കാതെ ഇതുപോലെ തന്നെ അടുക്കി കൊടുക്കണം. നമ്മുടെ ചിക്കൻ നല്ല മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിൽ അടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ അരിയുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ അരമുറി നാരങ്ങാനീര് പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് കുതിർത്ത് വാരി വെച്ച അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മന്തിയിലേക്ക് സാലഡ് ആവശ്യമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചട്നി ആവശ്യമുണ്ട്. അപ്പോൾ ചട്നിക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത്. 2 തക്കാളി, ഒരു സവാള, ഒരു പച്ചമുളക്, അതുപോലെ തന്നെ നാരങ്ങാനീര്, ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ചട്നി ഉണ്ടാക്കാൻ ആവശ്യം. തക്കാളിയേക്കാൾ കുറവായിരിക്കണം സവാള, അപ്പോഴാണ് ഈ ചട്നിക്ക് ടേസ്റ്റ് കൂടുന്നത്. അപ്പം നമ്മൾ ഇതിലേക്ക് അരമുറി നാരങ്ങാനീരും കൂടെ ഒഴിക്കുന്നുണ്ട്. നാരങ്ങാനീരിന് പകരം നമുക്ക് വിനാഗിരി ആണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പം നമ്മുടെ റൈസിൻ്റെ വെള്ളമെല്ലാം തിളച്ച് ചോറ് അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ സാലഡിന് ആവശ്യമായിട്ടുള്ള കുക്കുമ്പറും ക്യാരറ്റും എല്ലാം അരിഞ്ഞെടുക്കുന്നുണ്ട്.
ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, നാരങ്ങ നീര് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള ചട്നിയും സാലഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ റൈസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് റൈസ് വേവിക്കരുത്, ഒരു പകുതി വേവ് മാത്രമേ ആകാവുള്ളൂ. അപ്പം നമുക്ക് ഇതിൽ ഒരു മസാല ആവശ്യമുണ്ട്. അതിനായിട്ട് ഒരു സവാള, ഒരു തക്കാളി, അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് ചതച്ചത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇത്രയും ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് നാരങ്ങ നീരും കൂടെ, ഇതിന് പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങ നീരും കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ച് മാഗി ക്യൂബും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഒരു വിസിലടിക്കാൻ വെച്ച ചിക്കൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാള, തക്കാളിയുടെ ആ മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മേളിൽ തന്നെ നമ്മൾ വേവിച്ച് പകുതി വേവിലെടുത്ത റൈസും കൂടെ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. റൈസ് വേവിക്കുമ്പോൾ തന്നെ നമുക്ക് വേണേൽ കുരുമുളക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളിതിൽ കളറൊന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് മഞ്ഞൾപ്പൊടി മേളിൽ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചാർക്കോൾ കത്തിച്ച് ഇതിൻ്റെ മേളിൽ വെക്കണം. നമ്മുടെ ചാർക്കോള് കത്തി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് അപ്പം തന്നെ കുക്കർ അടച്ച് ഒരു വിസിലടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ കുക്കറിൽ വെച്ചിരുന്ന റൈസ് ഒരു വിസിലടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മന്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പത്തിലും വളരെ ടേസ്റ്റിലും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഇത്. നല്ല മുരിഞ്ഞ പീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിലും വളരെ എളുപ്പത്തിലും തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം. മക്കൾക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് സ്കൂളിൽ കൊടുത്തു വിടുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ അവരുടെ ടേസ്റ്റ് നോക്കിയിട്ട് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കണേ കമൻറ്റിലൂടെ. താങ്ക് യു എവരിവൺ.